ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി കറീൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതാ ഇന്ന് ഏട്ടന് പണിയുള്ള ദിവസമാണ്. പക്ഷേ പണിയുള്ള ദിവസമായിട്ടും ഇന്ന് നേരത്തെ നീക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് വൈകിയാണ് നീച്ചത്. ആ നീച്ച പാടെ ഓടിപ്പോയി കുളിക്കാതെ വേഗം വന്ന് തീ കത്തിച്ചു കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒരുവിധം അങ്ങോട്ട് ഒരുക്കിയിട്ടാണ് കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ രാവിലെ നീച്ച ആ ഒരു സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഫോൺ അവിടെ വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് നോക്കി. എന്താ വെച്ചാൽ ഫോണുമ്മയ്ക്കും പണികളിലേക്കും ശ്രദ്ധിക്കുമ്പോഴത്തേനും ഒരുപാട് സമയം വേണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഫോൺ അവിടെ വെച്ചു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ജനലൊക്കെ തുറന്നിട്ടത്. പിന്നെ നമ്മളെ ചെടികൾ പഴുത്ത ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടു കേട്ടോ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പഴുക്കണുണ്ട്. എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര വെയിലടിക്കലല്ലേ ഇപ്പോൾ അവിടെ, മരമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ ഇന്ന് ചായക്ക് കടി കലക്കി ഒഴിക്കുന്ന ദോശയാണ്. അപ്പോൾ അതിലേക്ക് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ എനിക്ക് അരി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അരീൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വെട്ടി തിളച്ചാൽ നമുക്കത് റൈസ് കുക്കറിലേക്കാണ്ട് ഇറക്കി വെക്കാം കേട്ടോ. അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചോറ് പോലെയാവും. തലേ ദിവസത്തെ ചോറ് ഒറ്റയ്ക്ക് തിളപ്പിച്ച് വെറ്റുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവില്ലേ, ചെറിയൊരു സ്മെല്ലിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എങ്ങനെ ചെയ്താൽ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചതാണ്. പിന്നെ നമ്മൾ തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് അത് മാത്രം തിളപ്പിച്ച് ഊറ്റുകയാണെങ്കിൽ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ തക്കാളി ചമ്മന്തിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പേരിക്ക് വേണ്ടതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറാണ് തിളച്ച് അതിലേക്ക് വാങ്ങി വെച്ചപ്പോൾ വേഗം ഉപ്പേരി അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഏട്ടന് സാധാരണ 8 മണിക്കും 8 മണി കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. അപ്പോൾ ഇന്ന് ഒരു 7:45 ആകുമ്പോൾ പോകണമെന്ന് തലേ ദിവസം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നും ഞാൻ ആ ഒരു സമയത്ത് എന്നും നീക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഓണറിലുണ്ട്. പക്ഷെ ഇന്ന് എന്തേ അറിയില്ല, നീക്കാൻ നേരം വൈകിട്ടോ. പിന്നെ ആകെ കൂടെ അങ്ങോട്ട് എന്താ പറയുക, ഒരു മനസ്സിൽ വേജാറ് വരുമ്പോൾ തന്നെ നമ്മളെ പണികളിലും അത് വരുമല്ലോ. അങ്ങനെ വേജാറ് പിടിച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിട്ട് ഒരുങ്ങൂല. കുറച്ചൊരു സമാധാനത്തോടു കൂടി പണിയെടുക്കുമ്പോഴുള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചോറൊക്കെ ആയിട്ടോ. ചോറ് പിന്നെ നമ്മളെ സ്കൂളത്തെ അരിയായാലും റേഷൻ അരി ആയാലും ഒക്കെ ഇപ്പോൾ വേഗം വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ചോറുമാണ്. അപ്പോൾ അത് വേഗം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. മക്കൾക്ക് കൊണ്ടുപോകാനും ഏട്ടന് കൊണ്ടുപോകാനൊക്കെ കണ്ട് കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ മറ്റേ നല്ല വേവുള്ള അരിൻ്റെത് വെക്കണം. അപ്പോൾ ഇതാക്കണ ബീൻസ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നാളികേരം ഒന്നും ഇട്ട് കൊടുക്കാതെ ഞാൻ പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ച് അങ്ങനെയാണ് ഉപ്പേരി വെച്ചത് കേട്ടോ. അപ്പോൾ നാളികേരം വാങ്ങൂല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ, ഭയങ്കര വിലയാണ്. എന്താണ് ഇത്ര വിലക്കയറ്റം അറിയില്ല, ക്ഷാമമായിട്ടായിരിക്കും. അപ്പോൾ കണ്ണതാ നീച്ച് വന്നിട്ടുണ്ട്. ഓനിപ്പോൾ ഇന്ന് സ്കൂളിൽ കലോത്സവമാണ് കേട്ടോ. അപ്പോൾ അവിടെ SPCൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്തണം. അപ്പോൾ 7:45 ബസ്സിന് പോകണം, അമ്മ എന്നെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ മറന്നിട്ടുണ്ട് എന്നാണ്. പക്ഷേങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടിയും കടന്നോട്ടെ വിചാരിച്ചിട്ടേന്ന് വിളിക്കാതിരുന്നത്. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ, അമ്മ മറന്നു എന്നെ വിളിക്കാനേന്ന്. അപ്പോൾ ഞാൻ മറന്നിട്ടില്ല, ഒരു 7 മണിക്കൊക്കെ നീച്ചാൽ മതിയല്ലോ, എന്നാലും 7:30 7:45 ബസ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വിളിക്കാതിരുന്നത്. അപ്പോൾ ഓൻ ഏതായാലും അങ്ങനെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനൊക്കെ ഏൽപ്പിക്കും. പക്ഷേങ്കിൽ പിന്നെ ഓൻ തന്നെ സ്വയം നീക്കും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഹനുമോളൊക്കെ ആണെങ്കിൽ നീക്കൂലോ, കുറേ വട്ടം ഉരുട്ടി വിളിക്കണം എന്നാൽ തന്നെ നീക്കുള്ളൂ. അപ്പോൾ ചോറൊക്കെ ഞാൻ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പേരിയും വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പണികളൊക്കെ വേഗം ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാണ് കേട്ടോ. നമ്മൾ വെച്ച പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി ഒരുങ്ങാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ച് ആ പാത്രങ്ങൾ കഴുകി വെച്ച് അങ്ങനെ അവിടെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്ത് ശീലമായി പോന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും എനിക്കത് മാറ്റി പിടിക്കാൻ തോന്നണില്ല കേട്ടോ. ഇവിടെ അമ്മയും തന്നെ വെച്ച പാത്രത്തിൽ വെക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ പിന്നെ അമ്മ അത് മാറ്റി പിടിച്ചിട്ടോ. എൻ്റെത് കണ്ട് ഇപ്പം അമ്മയ്ക്കും തന്നെ ശീലമായി. അമ്മയ്ക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് ഒഴിച്ചാണ്ട് ആ പാത്രം അങ്ങോട്ട് കഴുകി വയ്ക്കണം, അങ്ങനെ ശീലമായിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തിക്ക് ഇതാ ഞാൻ വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. പക്ഷേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമാണ് ചേർത്തത്. ഇനിയിപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയാണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിലർ പുളീൻ്റെ ഒരു കഷ്ണമൊക്കെ ചേർക്കണവരുണ്ട് കേട്ടോ. അതുപോലെ നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം ചേർത്ത് കൊടുക്കുക. മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇഞ്ചി ചേർക്കണവരുണ്ട്. പലരും പല രീതിക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കലുണ്ട്. വറ്റൽമുളക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കിയ രീതി സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എന്തായാലും അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശയ്ക്കുള്ള ഒരു അരിയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ പച്ചരി വെറുതെ വെള്ളത്തിൽ അവിടെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നാളെ ഒരു ദിവസം ആരോ എന്നോട് ചോദിച്ചിരുന്നു കലക്കി ഒഴിക്കുന്ന ദോശയിൽ വേറെ എന്തെങ്കിലും കൂട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളെവിടെയാണ് കൂടുതലായിട്ടും മലപ്പുറത്താണ് ഈ ഒരു ദോശ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും ഇത് അറിയായിട്ടാണോ ഇഷ്ടമല്ലായിട്ടാണോ എന്ന് അറിയില്ല. ഇത് കഴിച്ചിട്ടില്ല, ഇത് ഉണ്ടാക്കിയിട്ടില്ല, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞുതരും അങ്ങനെയൊക്കെ വിളിച്ച് മെസ്സേജ് അയക്കലും വിളിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ. ഇവിടെ നിന്നാണ്ട് നമ്മളെ മലപ്പുറം ജില്ലക്കാരല്ലാത്തവർ. അപ്പോൾ ചിലർക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഇഷ്ടമായവരുണ്ട്, ചിലർക്കും ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷെ നമ്മളവിടെ മിക്ക വീടുകളിലും അധികം ഈ ഒരു ദോശ ഉണ്ടാവും കേട്ടോ. ഇത് ഒഴിച്ചു കൂടാൻ പറ്റൂല അറിഞ്ഞില്ലേ. അപ്പോൾ തലേന്ന് പച്ചരി വെള്ളത്തിലിടുക, പിറ്റേ ദിവസം അത് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുക, പിന്നെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുക ചെയ്യുക. പിന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ഒട്ടാത്ത പച്ചരി ആവണം കേട്ടോ. ഒട്ടണ പച്ചരിയാണെങ്കിൽ ഭയങ്കര പണിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഒട്ടണ പച്ചരിയിൽ ഒരു മുട്ടയൊക്കെ ചേർത്താൽ നല്ലതാവും എന്നൊക്കെ പറയണ കേൾക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. നേരെ മറിച്ച് ഓട്ടടയാണെങ്കിൽ മുട്ടയൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഉണ്ടാക്കലുള്ളത്. അപ്പോൾ എന്തായാലും ഉപ്പേരി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ചോറും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് ഞാൻ വേവുള്ള അരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ. അടുത്ത ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ്. പിന്നെ നമ്മളെ തക്കാളി ചമ്മന്തിക്കുള്ളതൊക്കെ വാട്ടിയട വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എപ്പോഴും 2 വിധം ചോറ് വെക്കണം കേട്ടോ. റേഷനരി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേവുള്ള അരി വെക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ അരി ഉണ്ടാവുകൊണ്ട് ഇടയ്ക്ക് ഞാൻ അത് വെക്കും. അതാവുമ്പോൾ അത് മാത്രം വെച്ചാൽ മതി. അതെല്ലാവർക്കും തിന്നണ ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ റേഷനരി വെക്കുകൊണ്ട് ഈ ഒരു വേവുള്ളതും കൂടി വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ദോശ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് 1-2 പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അത് കഴുകി വെച്ചു. അപ്പോഴേക്ക് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കൽ. ഇരുമ്പിൻ്റെ ചട്ടിയിലും ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. അതിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടി ഒരു സുഖം പോരാ. അതിന് എന്തോ ഒരു ഒരം പോലെയാണ് അതിൻ്റെ അടിഭാഗം. എന്ത് ചെയ്തിട്ടും ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും അത് ശരിയായി കിട്ടണില്ല. എന്താ പറയുക, ഒരു മിനുസല്ല, ഒരം പോലെയായിട്ട്. അപ്പം ഇനി വേറൊരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടി എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങണം. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു ചട്ടിയിലും ചുട്ടെടുക്കുമ്പോൾ നല്ല തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഫസ്റ്റ് തപ്പ് ഒഴിച്ചപ്പോൾ എനിക്ക് അതിൽ വെള്ളത്തിൻ്റെ ഒരു കുറവ് തോന്നിയിട്ടോ. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരി പോലെ ഇങ്ങനെ എന്താ പറയുക, മുകളിൽ ഇങ്ങനെ ഒരു വരണ്ട പോലെ കിടക്കും, വിണ്ട് കീറുന്ന പോലെ ഔട്ട്. അപ്പം ഒരു മയമൊന്നും ഉണ്ടാവില്ല. അപ്പം അതിലേക്ക് കുറച്ചുകൂടിയും പച്ചവെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും അടുത്ത ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയാക്കിയിട്ടാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കലുള്ളത്. അപ്പോൾ എണ്ണയാക്കാതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊള്ളപ്പ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഓൻ അരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഓൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തോട്ടോ. അപ്പോൾ അതിൽ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് കറക്കിയെടുത്തു. പിന്നെ ഓനത് പാത്രത്തേക്ക് ഒഴിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തു തരികയാണ്. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സഹായിക്കാൻ പറഞ്ഞാൽ നല്ല ഉഷാറാണ് കേട്ടോ. ഓനെ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താളിക്കണമെങ്കിൽ ഒന്ന് താളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ താളിക്കണില്ല. ആദ്യം തന്നെ നമ്മൾ എണ്ണയിൽ വാട്ടിയെടുത്തതല്ല. ഇനിയിപ്പോൾ താളിക്കേണ്ട ആവശ്യം കൂടി ഇല്ലല്ലോ. ചിലരിതിങ്ങനെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയിട്ട് അതിലേക്ക് താളിച്ചൊഴിക്കും കേട്ടോ. തക്കാളി ചട്നി പോലെ അത് അങ്ങനെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചമ്മന്തിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് കണ്ണന് 2 ദോശ കൊടുത്തിട്ടോ. അതിലേക്ക് ചമ്മന്തിയും കൊടുത്തു. വെള്ളമൊക്കെ എടുത്തിട്ട് ആൾ സിറ്റ് ഔട്ടിലേക്ക് പോയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനും മക്കളൊന്നും നീച്ചിട്ടില്ല. അച്ഛൻ പിന്നെ വെട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മരണ്ട തെളിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി ചതച്ചെടുത്തിട്ട് ഈ ഒരു കല്ലിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഏട്ടന് ചോറിന് കറി എന്ന് പറഞ്ഞാൽ തൈരാണ് കൊടുത്തയക്കുന്നത്. തലേ ദിവസം എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് നാളെ തൈര് മതി എന്നുള്ളത്. അപ്പോൾ തൈരിൽ പച്ചമുളകോ കാന്താരിയൊക്കെ അങ്ങനെ ചതച്ച് ഉപ്പും ചേർത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഞാനിതിൽ ഉള്ളി വെട്ടിയിട്ട് കൊടുക്കലുണ്ട്. ഇന്നിപ്പോൾ ഉള്ളി ഇടണ്ടെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തൈരും അതേപോലെ മുട്ട ഉണ്ടാക്കണം. പിന്നെ ആ ഒരു ഉപ്പേരി ഉണ്ടല്ലോ, അപ്പോൾ അച്ചാറും ഒക്കെ ആയിട്ടാണ് ഇന്ന് കൊടുത്തയക്കുന്നത്. അപ്പോൾ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണേ ഞാൻ ഈ ഒരു പാലപ്പത്തിൻ്റെ നമ്മളെ വെള്ളയപ്പച്ചട്ടിയില്ലേ, ആ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചത്. ഇതിൽ മുട്ട ഉണ്ടാക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഒരുപാട് വട്ടമില്ലാത്തതുകൊണ്ട് ഇന്ന് ആവശ്യത്തിന് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ഇതിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിലും ഞാൻ എണ്ണയൊക്കെ ആക്കി ശീലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണയാക്കൂല എന്നൊക്കെ പറയണേ കേൾക്കാം. പക്ഷെ ഞാൻ എല്ലാതും ശീലാക്കിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ചുടുമ്പോൾ ചപ്പാത്തി ചുടും, എണ്ണയാക്കിയിട്ട് ചുടുന്നത് എണ്ണയാക്കിയിട്ട് ചുടും, മീൻ വറക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യലുണ്ട്. അതുകൊണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏട്ടനുള്ളത് ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ മുട്ട ഉണ്ടാക്കി. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളത് കുരുമുളക് പൊടി ഉപ്പും മാത്രം ചേർത്തിട്ട് അങ്ങനെ മുട്ട ഉണ്ടാക്കി. ഒരു ഉള്ളി ഇഷ്ടമല്ല. ഒന്നാമത് നമ്മൾ അനുമോക്കും അതേപോലെ നന്ദൂനും ഉള്ളി ഇടുന്നത് വലിയ താല്പര്യമല്ല. അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടതാകണ ഇവിടെ നീച്ച് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് വീഡിയോയിൽ എന്നോട് എപ്പോഴും കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, പുതിയ കൂട്ടുകാരായിരിക്കും അറിയായിട്ടായിരിക്കും ചോദിക്കുന്നത് ഏട്ടൻ എന്താ പണി എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ്റെ പണി ടൈൽസിൻ്റെ വർക്കാണ് കേട്ടോ. ഇങ്ങനെ ഓരോ വീടും കരാറെടുത്തിട്ട് അങ്ങനെ ടൈലിൻ്റെ വർക്കാണ് ചെയ്യലുള്ളത്. ആദ്യം ഗ്രാനൈറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിരുന്നു, ഇപ്പോൾ ടൈല് മാത്രമാണ് ചെയ്യലുള്ളത്. പിന്നെ അതാ ഏട്ടനുള്ള ചോറൊക്കെ കൊണ്ടുപോകാനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയും അച്ചാറും മുട്ടയൊക്കെ ഞാൻ ചോറിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കൊണ്ടുപോകുന്നതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അച്ചാറ് ചെറിയൊരു ബൗളിലാക്കി കൊടുത്തിരുന്നു, പക്ഷെ എന്നോട് പറയും കുറേ പാത്രം വേണ്ട, ഒക്കെ അതിലിട്ടാൽ മതി എന്ന് പറയും കേട്ടോ. ഞാൻ പറയലുണ്ട് കഴുകൊന്നും വേണ്ട, അതേപോലെ കൊണ്ടുവന്നാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ കഴുകാതെ കൊണ്ടുവരുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ മിക്കവാറും കഴുകിയിട്ട് തന്നെയാണ് കൊണ്ടുവരിക. അപ്പോൾ ഇതാ ഇന്നൊരു പുതിയ പണിക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഞാൻ അതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളവും ചോറും ഒക്കെ ആദ്യം മുതലേ ഇവിടെ നിന്ന് കൊണ്ടുപോകൽ തന്നെയാണ്. പിന്നെ 10 മണിക്ക് ആദ്യമൊക്കെ കൊണ്ടുപോയിരുന്നു, പിന്നെ ഇടയ്ക്ക് പഴമൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, മടിയാണ് 10 മണിക്കൊക്കെ കൊണ്ടുപോകാൻ. ഉണ്ടെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എങ്കിൽ ഭയങ്കര മടിയാണ്. ഇവിടെ നിന്ന് 8 മണിക്ക് പോയി അവിടെ ചെല്ലുമ്പോഴേക്കും 10 മണിയും, പിന്നെ അതൊന്ന് തിന്നായിരിക്കണം, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചോറുണ്ടായിരിക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു മടിയുള്ള കാരണം ഇപ്പോൾ കൊണ്ടുപോകലില്ല കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ ശീലമായി. ആദ്യമൊക്കെ അങ്ങനെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നേന്ത്രപ്പഴമൊക്കെ വാങ്ങി കഴിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അതും മാറ്റിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് 10 മണിക്ക് ഒരു ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. ഉച്ചയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിലും 10 മണിക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 7:45 ആയപ്പോഴേക്കും ഓല ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെടഞ്ഞ് ചെയ്തു ഒക്കെ റെഡിയാക്കി ഓരെ പറഞ്ഞയച്ചു. അപ്പോൾ ഓര് പോയാൽ തന്നെ പകുതി ആശ്വാസമാണ്. ഇനിയിപ്പോൾ മക്കൾക്കല്ലേ. അപ്പോൾ കണ്ണനും തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓനും മുന്നിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുമോക്കും നന്ദുവിനുമാണ്. ഓർക്കൊരു 9:45 ആകാൻ സമയത്ത് പോയാൽ മതി. അപ്പോൾ കുറേ നേരമായി ഇവിടെ കോഴികൾ കടന്ന് കരയുന്നു കേട്ടോ. നമ്മളാ കോഴിക്കുട്ടികൾ കുറേ നേരമായി ഒച്ച ഉണ്ടാക്കണേ, അപ്പോൾ ഓരെ വിടായിട്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ അമ്മ എടുക്കുന്ന പണികളാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്നും എനിക്ക് നോക്കേണ്ടി വരലില്ല. ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുമ്പോൾ പുറത്തു കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഓരവിടെ നിൽക്കട്ടെ, ഏട്ടനോട് പറഞ്ഞയക്കട്ടെ, എന്നിട്ട് ഓർക്ക് തിന്നാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കിയിരുന്നു. അപ്പോൾ ഒരു കരച്ചിൽ കേൾക്കുമ്പോഴും ഒരു പാവാണ്. അപ്പോൾ എന്തായാലും ഓരെ വിട്ടിട്ട് ഇതാക്കണേ. ഒരു കൂട്ടർക്ക് അരി കൊടുത്തു, ഒരു കൂട്ടർക്ക് ഇങ്ങനെ സാട്ടർ ആ കോഴിത്തീറ്റുണ്ടല്ലോ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അത് ഇവരെ ഇടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയും തിന്നും, അപ്പോൾ കുട്ടികൾക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർക്ക് അവിടെ പാത്രത്തിൽ അവർക്ക് തിന്നാനുള്ളതും വേറൊരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ ഞാൻ വലിയൊരു കൊള്ളിയുണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് തിളയ്ക്കോളും, പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതങ്ങനെ കത്തിക്കോളും. അപ്പോൾ കത്താത്ത പ്രശ്നമൊന്നുമില്ല, നല്ല ഉണങ്ങിയ റബ്ബറിൻ്റെ വിറക് തന്നെയാണ്. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളുണ്ട് കഴുകാൻ, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മക്കളെ കൊണ്ടേക്കാനാവുമ്പോഴേക്കും ചോറ് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആയി കിട്ടൂല. അപ്പോൾ ഈ ഒരു അടുക്കളയിൽ നേരം വെളുത്ത് ഒരു 8 മണിക്ക് ശേഷം പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കേട്ടോ. നല്ല വെയിലും ചൂടും, പിന്നെ അതാ സൂര്യൻ ഉദിച്ചിട്ട് നമ്മളെ അകത്തേക്കാണ് അതിൻ്റെ വെളിച്ചം നേരെ. അപ്പോൾ നമ്മൾ ഫോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വീഡിയോ ക്ലിയറേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ വേണം എടുക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് കറി വേണമല്ലോ, ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കൊക്കെ അതിന് വേണ്ടിയിട്ട് കറി വെക്കാനുണ്ട്. അപ്പോൾ കറി എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ എല്ലാവരും കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പൂളയും മുരിങ്ങേൻ്റെ ഇലയും കൂടിയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പൂള ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പറഞ്ഞില്ലേ, അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നന്ദുവിന് ഇങ്ങനെ ഈ തക്കാളി ചമ്മന്തിയും ഈ ഒരു ദോശയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഏട്ടൻ കുടിച്ചതിൻ്റെ ബാക്കി കുറച്ച് പാൽച്ചായ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നന്ദുവിന് കൊടുക്കാൻ വിചാരിച്ചു. അവന് സാധാരണ ഞാൻ അങ്ങനെ പാൽച്ചായ കൊടുക്കലില്ല, അവന് കഫക്കെട്ട് വേഗം വരും. ഇപ്പം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അവനെ കണ്ട സ്ഥിതിക്ക് അവൻ എന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതന്നെ എടുത്തു. അനുമോക്ക് പിന്നെ വെള്ളം മതിയല്ലോ, അപ്പോൾ ഓൾ ഇതാക്കണേ അപ്പമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് വേഗം നീച്ച് ബാക്കിയുള്ള പണികളും കൂടി ഒരുക്കുകയാണ്. അപ്പോൾ ഇന്ന് മക്കൾ പോണതിൻ്റെ മുന്നേ എല്ലാ പണികളും ഒരുക്കണം എന്ന് മനസ്സിൽ അങ്ങനെ ഒരു വാശിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഓരോ പണികൾ എടുക്കുന്നത്. അപ്പോൾ മക്കൾ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താ പണി ചോദിക്കും. അപ്പോൾ എനിക്ക് ഫോണും ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് കാണാനുണ്ട്. ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ആരെ വീഡിയോയ്ക്കും കമൻറ്റ് ഇടാൻ പറ്റണില്ല. ചില ആൾക്കാരത് മാത്രമേ കമൻറ്റ് ഇടാൻ പറ്റുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ വരലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വീഡിയോ കണ്ടിട്ടാണ് പോവും, പക്ഷേ കമൻറ്റ് ഇടാനൊന്നും പറ്റണില്ല. അപ്പോൾ എന്തായാലും തുണികളൊക്കെ മടക്കി വയ്ക്കാണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ച് ഞാനും അന്നുട്ടിയും കൂടി മടക്കി വെച്ചു. അപ്പോഴേക്കും അച്ചവട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ പൂളേക്ക് വേണ്ടിയിട്ട് മുരിങ്ങേൻ്റെ ഇലയ്ക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല മൊത്തം പഴുത്ത് ചാടിപ്പോവുകയാണ്, കൊഴിഞ്ഞാണ്ട് പോവുകയാണ്. എന്താ അതിനിപ്പോഴത്തെ കുഴപ്പമൊന്നും അറിയില്ല, മഴയെല്ലായിട്ടായിരിക്കും. നല്ലോണം പൊട്ടിത്തെഴുത്ത് നല്ല ഇലകളുണ്ടായിരുന്നു.
നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ തോന്നും മുരിങ്ങേൻ്റെ ഇല കണ്ടാൽ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ആകെ അങ്ങോട്ട് പഴുത്ത് ഒരു സുഖമില്ലാത്ത മുരിങ്ങേൻ്റെ ഇലയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊമ്പുമ്പോൾ മാത്രം നല്ലതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചുകൊണ്ടെന്ന് വേഗം അത് അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് അതൊന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ അത് ഉരുളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോറും കൂടി ഒന്ന് വാർത്ത് വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വേഗം വാർക്കാനാണ് നിന്നത് കേട്ടോ. ഊറ്റാൻ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പണി നോക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചു. പിന്നെ പൂളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ലോണം കാന്താരി ചതച്ചിടാന്ന് വിചാരിച്ചിട്ട് കാന്താരി എടുക്കുകയാണ്. ഇപ്പോൾ നല്ലോണം കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാന്താരി മിക്സീൻ്റെ ജാറയ്ക്ക് കുറച്ചധികം തന്നെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങേൻ്റെ ഇല അവിടെ ഊരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ പൂളയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുഴുവനായിട്ട് ഉടയ്ക്കുകയും ചെയ്യരുത്, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടുള്ളത് ഉടച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള കാന്താരി ചേർത്തിട്ടുണ്ട്. കാന്താരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എത്രത്തോളം കറി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പൂളയല്ലേ, ഇതിരിക്കും തോറും കട്ടിയായി വരും കേട്ടോ. അതിന് കണ്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണേ നല്ലത്. അപ്പോൾ അത് തിളക്കിയൊക്കെ ചെയ്തപ്പോൾ അതാകണേ അതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുരിങ്ങേൻ്റെ ഇലയ്ക്ക് പകരം മത്തൻ്റെ ഇല ഉണ്ടെങ്കിൽ മത്തൻ്റെ ഇല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുരിങ്ങേൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല ചേർത്തതിന് ശേഷം ഒരുപാട് നേരം കൊണ്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്നും കണ്ട് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് അത് വാങ്ങി വയ്ക്കുക. പിന്നെ ആ ചൂടിലിരുന്നിട്ട് ആ ഇല വേവിട്ടോ. ഒരുപാട് ഇല ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ ഒരു കയ്പ്പ് രസം വരും. പിന്നെ ഇതിലേക്ക് കാന്താരി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഇതാക്കണം, ഇതിലേക്ക് വറവും കാര്യങ്ങളൊന്നും വേണ്ട, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടേ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ വേഗം ഉണ്ടാക്കിക്കോളി. നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ശരിക്കും അത് ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നതിനേക്കാളും വെറുതെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ ഒരു വിധം അങ്ങോട്ട് ഒരുങ്ങിയില്ലേ. പിന്നെ മെഷീനിൽ ഞാൻ തിരുമ്പാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തോരടാനുണ്ട്. അത് ഞാൻ മക്കളെ കൊണ്ടേക്ക് വന്നിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാക്കണ വേഗം അടിച്ചു വാരി, അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു വാരൽ കഴിഞ്ഞ് വേഗം തുടച്ചും കൂടി എടുക്കണം. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇപ്പോൾ നിന്നിട്ട് പുറത്തേക്ക് അങ്ങോട്ട് തുടയ്ക്കാൻ പറ്റൂല, ഇങ്ങോട്ടേ തുടയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഞാനിപ്പോൾ വൈകുന്നേരം സമയത്താണ് തുടയ്ക്കലുള്ളത്. പകൽ നമുക്ക് അങ്ങനെ തുടയ്ക്കാൻ പറ്റൂല, അത്രയും പൊള്ളണ വെയിലാണ് ഇവിടെ. അപ്പോൾ ഇതാ മക്കളൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാനും ഡ്രസ്സൊക്കെ മാറ്റി. ഇന്ന് ഞാൻ മാക്സി ഒന്ന് മാറ്റിയിട്ടോ. ഇന്ന് മാക്സി ഇട്ട് തന്നെയാണ് മിക്കവാറും പോവല്. അപ്പോൾ ഇന്ന് ചുരിദാർ ഇടാനൊരു പൂതി, അങ്ങനെ ചുരിദാർ എടുത്തിട്ടു. അപ്പം ഞാൻ നന്ദുവിനോടൊരു ഹായ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷനാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇന്ന് സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ നന്ദുവിനെ വിടണേൽ. എന്താ വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് നന്ദു ഇന്ന് ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പോണത്. ഓണം കഴിഞ്ഞ് സ്കൂൾ തുറന്ന ആ ഒരു സമയത്ത് ഓന് പനി ജലദോഷമൊക്കെ ആയിട്ട് ഓനെ വിട്ടിരുന്നില്ല. അങ്ങനെ ഒരാഴ്ച വീണ്ടും ലീവ് ആയിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ഓൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഉള്ളപ്പോൾ എനിക്കൊരാളായിരുന്നു. എന്തായാലും വിടാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ മക്കളെയും കൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരുമ്പിയത് തോരടാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണും ഇരിക്കാൻ ഒരുപാട് നേരം വേണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്